എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡ് അമ്മേനെ. ഇത് പറയുമ്പോൾ കേരള സമൂഹം ഒറ്റ ഡയലോഗ് പറയുള്ളൂ, പെൺകോന്തൻ. അതായത് ഭാര്യയുടെ വീട്ടിൽ വന്നേക്കുന്നവരെ പെൺകോന്തൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്താലും പറഞ്ഞിട്ടുണ്ടെങ്കിലും പെൺകോന്തനായാലും കുഴപ്പമില്ലല്ലോ. പെൺകോന്തൻ അല്ലാത്തവന്മാരുണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പെൺമക്കളോട് പറയുന്ന കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് നീ വേറെ വല്ലവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അതിജീവിത മുഖ്യമന്ത്രിക്ക് 6 പ്രാവശ്യം ലെറ്റർ എഴുതി കൊടുത്തു, അതിനൊരു മറുപടി വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു പാരന്റ് എന്ന നിലയ്ക്ക് സ്വന്തം പെൺകുട്ടീനെ ധൈര്യപൂർവ്വം പുറത്തേക്ക് ഇടാൻ പറ്റും? വൃത്തിക്ക് പോട്ടെ, അവർ അതിജീവിതയാണല്ലോ ആയത്, അല്ലാണ്ട് അതിജീവിതയുടെ അമ്മയല്ലോ പരാതി കൊടുത്തത്. പിന്നെ എൻ്റെ പോലീസ് ഓഫീസർമാരുണ്ട്, ഫയലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നും പൊട്ടിക്കായിരുന്നില്ല. നമ്മൾ പോലീസ് ഓഫീസേഴ്സ് നമ്മൾ അപമാനിക്കപ്പെടുന്നതിന് പിന്നെയും പരാതി കൊടുത്തിട്ട് അപമാനിക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ അനുഭവം എന്നല്ല, എല്ലാ സ്ത്രീകളുടെ അനുഭവം അങ്ങനെയാണല്ലോ. പിന്നെ എന്തോന്ന് ഇത് പറയുന്നത്, അതായത് ആ ഡ്യൂട്ടിയിൽ നിന്ന് യൂണിഫോമിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിൻ്റെ തൊടേമിൽ അമർത്തി പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയർത്തിട്ടുണ്ട്. പണ്ട് നമ്മുടെ വനിതാ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി കൊടുത്ത വനിതകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ 2002 മുതൽ പാൻറ് ഇടാൻ തുടങ്ങി, പാൻറ്റും ഷർട്ട് ഇടാൻ തുടങ്ങി. എന്നാൽ ആ പാൻറ് ഷർട്ട് ഇടുമ്പോഴും അപ്പോഴും അവർക്ക് നമ്മൾ പുരുഷന്മാർ ധരിക്കുന്ന പോലെ ഒരു യൂണിഫോമിലോട്ട് എത്തിയിരുന്നില്ല. 2014 വരെ കാത്തിരിക്കേണ്ടി വന്നു ഇന്നത്തെ പോലീസ് അല്ലെങ്കിൽ വനിതാ പോലീസുകാർക്ക് ഇൻസൈഡ് ചെയ്ത് ഒരു പക്ക പോലീസ് ഓഫീസറാണ്. അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കൈ ഉണ്ടായിരുന്നു. 1999 മുതലേ ഒരു ഫെമിനിസ്റ്റ് ഉണർന്ന് റിറ്റുകൾ ഫയൽ ചെയ്ത് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ മീഡിയ ഒറിജിനൽസ്. ദിസ് ഇസ് ആർജു കിരൺ വിത്ത് യു. അപ്പോൾ ആരാണ് ഈ ഫെമിനിസ്റ്റ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഫെമിനിസ്റ്റുകളുടെ പേര് പറഞ്ഞാൽ ഒരുപാട് പേരുകൾ നമ്മുടെ ഉള്ളിൽ വരുമെങ്കിലും നമുക്കറിയാതെ പോയ, പണ്ട് ന്യൂസിലൊക്കെ ഭയങ്കര ഹൈപ്പ് വന്നിരുന്നു, പക്ഷെ നമ്മൾ മറന്നുപോയ ഒരു ഫെമിനിസ്റ്റാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വിനയ ആണ് നമ്മുടെ കൂടെ. വിനയ മാം, നമസ്കാരം. വിനയ മാം, എന്താണ് വിശേഷങ്ങൾ? സുഖമാണോ? കുഴപ്പമില്ല, ഇപ്പം റിട്ടയറൊക്കെ ആയി, ഇപ്പം വേറെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് 33 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലെത്തിയപ്പോഴും ആ ഗർജിക്കുന്ന സിംഹത്തെ ഇപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചു. നമ്മളിവിടെ വന്ന സമയത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ ഒരു പവർ ഇപ്പോഴും ഉള്ളിലുണ്ട്. അതിലെനിക്ക് സന്തോഷം. സാധാരണ വയസ്സായി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡൗൺ ആയി പോവുക എന്നൊരു ഇതാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വിനയ മാം ഇപ്പോഴും ആ ഒരു ഓഫീസറിൻ്റെ ഒരു പവർ. 33 വർഷം സർവീസിലായിരുന്നു, അതിൽ 4 സസ്പെൻഷൻ, ഒരു ഡിസ്മിസലും കിട്ടി. ഈ ഡിസ്മിസൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എപ്പോഴാണ് ആ ഡിസ്മിസൽ കിട്ടിയത്? അല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രശ്നമുണ്ട്, വയസ്സായി പോയത്. അത് ഈ വയസ്സായി പോകുന്ന എപ്പോഴാണ്? അങ്ങനെ ഒരു കാലമില്ല, വയസ്സായി പോകുന്നൊരു കാലമില്ല. അതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ വളരെ അതായത് 25 വയസ്സാണ് ഞാൻ ഭയങ്കര മിടുക്കിയായിരിക്കുന്നത് അല്ലെങ്കിൽ മിടുക്കനായിരിക്കുന്നതൊക്കെ, അതൊക്കെ വെറും ഫൂളിഷ്നെസ്സാണ്. അതല്ലേ? അത് പിന്നെ നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കാണുന്നു, ചെറുപ്പം മുതലേ എങ്ങനെ കാണുന്നു, ഓരോ കാലഘട്ടത്തിലും എങ്ങനെ കാണുന്നു. എന്നാൽ ഞാനിത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ 25 അല്ലെങ്കിൽ 30 വയസ്സ് മുട്ടി കഴിഞ്ഞാൽ എനിക്ക് വയ്യ, പണ്ടത്തെ പോലെ ഓടാൻ വയ്യ, നടക്കാൻ വയ്യ, ഞാൻ വളഞ്ഞു തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ വയസ്സിൻ്റെ കാര്യം, ഫാമിലീൻ്റെ കാര്യം, അങ്ങനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള പല റീസണുകളിൽ ഒന്നാണ് ഈ ഏജ്. അല്ലാതെ അതിൽ കൂടുതലൊന്നും അല്ല. ഓക്കെ, അപ്പോൾ പ്രായം നമ്മുടെ മനസ്സിൽ എന്താ പറയുക, പ്രായം ഒരു വിഷയമല്ല, നമ്മുടെ മനസ്സാണ്. ഇന്ന പ്രായത്തിൽ ഇന്നത് ചെയ്തോളൂ, ഇന്ന പ്രായം. അത് എൻ്റെ കുറേ ചെറുപ്പകാലം മീൻസ് ആ ടൈമിൽ ഞാൻ പാൻറ് ഷർട്ടിലേക്ക് മാറിയപ്പം എൻ്റെ അടുത്ത് കുറേ പേര് എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നൊക്കെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോൾ, 10-60 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇതേ ഡ്രസ്സ് തന്നെ ഇടുമോ, ഈ പാൻറ് ഷർട്ട് തന്നെ ഇടുമോ എന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് അവയൊന്നും മുളച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനിടും. ഇന്നിപ്പോൾ എനിക്ക് 60 വയസ്സാണ്, 60 വയസ്സ് കഴിഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ ഇപ്പോഴും പാൻറ് ഷർട്ട് ഇട്ട് ഒരു കുഴപ്പമില്ല. അതുമല്ല, മേഖലകൾ മുഴുവൻ ഡ്രസ്സ് മാറി, ഡ്രസ് കോഡ് തന്നെ, സ്ത്രീകളുടെ ഡ്രസ് കോഡ് തന്നെ മാറി. എല്ലാവരും തന്നെ പാൻറ് ഷർട്ടുമായി, ചുരിദാർ, സാരി, നൈറ്റിയും ഒക്കെ ഒന്ന് പിന്നെ അവോയ്ഡ് ചെയ്യുന്നത്. അതായത് ഭംഗിക്ക് വേണ്ടി അത് അങ്ങനെയൊക്കെ പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് സാരി കൊടുക്കുന്നത്. അല്ലാതെ ഒരു കാഷ്വൽ ഡ്രസ്സൊക്കെ ചുരിദാറായി മാറിക്കഴിഞ്ഞു. അതാണല്ലോ നമ്മൾക്കിപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും ഇപ്പോൾ പോലീസ് ഓഫീസർ ആയാലും നേഴ്സുമാരായാലും ഒക്കെ സാരി എന്നൊരു
പതിപ്പ് മാറി തുടങ്ങിയിരിക്കുന്നു. മാറി എന്ന് വേണം പറയാനായിട്ട്, തുടങ്ങിയല്ല മാറിയിരിക്കുകയാണ്. അതിനൊരു കാരണക്കാരിയാണ് നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ പാൻറ്റും ഷർട്ടും ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ ഒരു പേഴ്സണൽ ചോയ്സിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ ഫൈറ്റൊക്കെ ചെയ്തത്. ഈ പോലീസുകാരൊക്കെ ഷർട്ടും പാൻറ്റും വേണം എന്നൊരു ഫൈറ്റ് താങ്കളൊരു പേഴ്സണൽ ചോയ്സ്, അതായത് ഒരു ജോലിക്ക് അനുസൃതമായിട്ടുള്ള, അതായത് ആ ജോലിക്ക് സുഗമമായി നടത്തുന്നതിനുള്ള വസ്ത്രധാരണം ആയിരിക്കണം. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിനെ തടസ്സം ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ വസ്ത്രമോ ചെരുപ്പോ എന്താണേലും അതിന് തടസ്സം ചെയ്യുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ശരിക്കും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെപ്പോഴും നമ്മൾ അങ്ങനെയുള്ളൊരു ജനതയുമായിട്ടാണ്, പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ ക്രിമിനൽസ് ആയിട്ട് തന്നെയാണല്ലോ ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രൈമിൽ നിന്ന് മറ്റൊരാളെ രക്ഷിക്കാനുള്ളത്. എന്തായാലും നമ്മളെപ്പോഴും തന്നെ എടുക്കുന്ന റോളിൽ നമ്മളുടെ വസ്ത്രം, അത് ഏത് വ്യക്തിയുടെ വസ്ത്രം ആയിക്കോട്ടെ, അവർ ഇടുന്ന നിമിഷം ആ ചിന്ത ഇല്ലാണ്ടാവണം. അപ്പോൾ മാത്രമാണ് നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് തന്നെ വിലയുണ്ട്. ഇത് സ്ത്രീകളുടെ വസ്ത്രം മുഴുവൻ അവർ ഇട്ടതോട് കൂടിയിട്ട് പിന്നെ അതിൻ്റെ ചിന്ത അതിലാണ് തടഞ്ഞ് പിടിച്ച് കുത്തി ഇങ്ങനെയാണ്. കാരണം അവരുടെ ചിന്തയുടെ സിംഹഭാഗവും ഈ വസ്ത്രം അപഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് അതിൽ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയണം. പിന്നെ അതുമല്ല, അതിൻ്റെ ഒരു ഗെറ്റപ്പ് ഇല്ലേ, അതായത് ഓഫീസർ ഗെറ്റപ്പ്, അത് ഈ ആണിന് മാത്രമേ ഈ ഗെറ്റപ്പ് പാടൂ. അതിലൊക്കെ തന്നെ ഉണ്ട്. നമ്മളെ ഷർട്ടിൻ്റെ കോളറൊക്കെ പുരുഷൻ്റെ ഇതിനാണ് കോളർ ഉള്ളത്. ആ കോളറിനൊക്കെ ഭയങ്കരമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തലയെടുപ്പാണ്, തലേനെ വേറെ കാണിക്കുന്നതാണ് ഈ കോളർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ മുടി നീട്ടണം എന്ന് പറയുന്നതിൻ്റെ ഒക്കെ പുറകിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പുരുഷൻ്റെ ഇവിടെ അങ്ങോട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ കാഴ്ച അവിടെ നിൽക്കും. നമുക്കൊരാളെ നോക്കുമ്പോൾ ഫേസിലേക്ക് നമ്മൾക്ക് കാഴ്ച നിൽക്കണേൽ ആ മുടി അവിടെ നിൽക്കണം, തലയെടുപ്പുണ്ടാകും. ഇത് സ്ത്രീകളിങ്ങനെ മുടി നീട്ടുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ പറയാറുണ്ട്, ആണുങ്ങൾ മുഴുവൻ നോക്കുന്നത് താഴോട്ടാണെന്ന് നോക്കുന്നതിന്. അതിലൊരു കാര്യം ഈ മുടിയുടെ ഇതുണ്ട്. കാരണം ഇത് കാഴ്ച താഴ്ന്നു പോകും, നമ്മളുടെ അത് നമ്മുടെ കാഴ്ച താഴ്ന്നു പോകും. അതായത് ഇങ്ങനെ ഇവിടെ ഉള്ളത് ഇങ്ങനെ ഇങ്ങോട്ടാകുമ്പോൾ ഈ കറുപ്പ് അതിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അങ്ങോട്ടാകും. മറ്റേ ഫേസ് ടു ഫേസ് ആ ഇരിപ്പിലും ഭാവത്തിലും ഒക്കെ തന്നെ ഒരു തലയെടുപ്പുണ്ടാവും. അതാണ് കോളർ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ കോളർ, ആ ഒരു തലയെടുപ്പൊക്കെ പുരുഷന് മതി. പിന്നെ അതുമല്ല IPS സ്ത്രീകൾക്ക് പാൻറ് ഷർട്ട് ഇടാം, അവർക്ക് തലയെടുപ്പാകാം. അതെ. അപ്പോൾ സ്ത്രീക്ക് മിനിമം പുരുഷനോടൊപ്പം ഇരിക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു IPS എങ്കിലും വേണമെന്നുള്ളൊരു സാധനം അതിൻ്റെ പുറകിലുണ്ട്. അല്ല, അതിനെതിരെന്നുള്ളതല്ല, ഇങ്ങനത്തെ വിഡ്ഢിത്തപരമായിട്ടുള്ള ചില കാഴ്ചപ്പാട് അങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. എന്താണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ പരമ്പരാഗത വേഷം മുണ്ടല്ലേ, കാക്കി മുണ്ട് കൊടുത്താൽ പോരെ. മുണ്ട് മടിക്കു തുത്തിയ ഓടാൻ നല്ല സുഖമല്ലേ. വലിയൊരു പോയിന്റ് ആണല്ലോ. മുണ്ടും മടിക്കു തുത്തിയ പോലീസിന്റെ യൂണിഫോം മുണ്ടാക്കട്ടെ, മുണ്ടും ഷർട്ടും ആക്കട്ടെ, മടിക്കു തുത്തി ഓടാനോ. പണ്ട് ട്രൗസർ ഇട്ട അപ്പം നമ്മൾ പരമ്പരാഗതമായിട്ടാണ് സാരി കൊടുത്തത്. അപ്പം 2002 ഈ ഒരു ഓർഡർ താങ്കൾ നേടി. അതെ, അത് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ സമയത്താണ് താങ്കൾക്ക് ഒരു ഡിസ്മിസലും വരുന്നത് 2002. 2002 ഡിസ്മിസല് പിന്നെ ഈ കേസ് ഫയൽ ചെയ്ത സമയത്താണ്. അതെ, ആ 2002 താങ്കൾ ഡിസ്മിസൽ ആവുന്നത്. ഫോഴ്സിൽ എപ്പോഴാണ് ജോയിൻ ചെയ്തത്? ഞാൻ 91 ഫോഴ്സിൽ ജോയിൻ ചെയ്തു. 2002 താങ്കൾ ഡിസ്മിസൽ മേടിക്കുന്നു. പിന്നെ എങ്ങനെയാണ് 33 വർഷത്തെ സർവീസ് വരുന്നത്? അത് ഇത് സർവീസായിട്ട് കൗണ്ട് ചെയ്തു. 91 ആണ്. അപ്പം 32 വർഷം കഴിഞ്ഞപ്പോഴല്ലേ, നമ്മൾ മാർച്ചിലാണ്, അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ്യിലല്ലേ ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ 2002 ഡിസ്മിസൽ വരാനുള്ള കാരണം? അത് ഇതിന്റെ പേരിലാണോ? ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ? അതെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അതായത് അന്ന് പോലീസ് സ്റ്റേറ്റ് മീറ്റ് നടക്കുകയാണ്. ഇപ്പം പിന്നെ അതായത് പോലീസ് കായികമേള, സംസ്ഥാന കായികമേള, പോലീസ് കായികമേള നടക്കുകയാണ്. അത് കണ്ണൂരിൽ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. മാർച്ച് പാസ്റ്റിന് ആ സമയത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. മാർച്ച് പാസ്റ്റിലൊക്കെ സ്ത്രീകൾ മുന്നിൽ പ്ലക്കാർഡ് ബിയറേഴ്സായിട്ട് പ്ലക്കാർഡ് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. പിന്നെ സമ്മാനം കൊടുക്കുന്നവർക്ക് സാരി എടുത്ത് പോകണം. ഇതൊക്കെ തന്നെ കമ്മോഡിറ്റി ആക്കി വെക്കുന്നൊരു ഭാഗമാണ്. അപ്പം നമ്മളൊക്കെ പ്ലക്കാർഡ് ബിയറേഴ്സായിട്ടാണ് ഇവർ ഇതാക്കിയിരുന്നത്. അതായത് പോയ മുഴുവൻ വനിതാ പോലീസുകാരും പ്ലക്കാർഡ് ബിയറേഴ്സാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ പ്ലക്കാർഡ് പിടിക്കില്ല ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ മാർച്ച് പാസ്റ്റിനെ നിർത്തില്ല എന്നുള്ളത് അവരും തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ മാർച്ച് പാസ്റ്റിന് നിൽക്കുന്ന അത്ലറ്റിൻ്റെ
അവകാശമാണ് മാർച്ച് പാസ്റ്റ്. അതിൽ നിൽക്കുക എന്നുള്ള മാർച്ച് പാസ്റ്റ് എവിടെ എഴുതി വെച്ചാലും എഴുതി വെച്ചാലും ഏതൊരു അത്ലറ്റിൻ്റെ അവകാശമാണ്. നമ്മൾ ചില സമയത്ത് നമുക്കുള്ള അവകാശങ്ങൾ നമുക്ക് എല്ലാം നിയമപുസ്തകം വായിച്ചിട്ടല്ല നമ്മൾ അറിയുന്നത്. നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊന്ന് ഇരിക്കണമെങ്കിൽ ഇവിടെ എനിക്ക് ഇരിക്കാൻ അവകാശമുണ്ട്, നമുക്കത് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഒരു അത്ലറ്റാണ്, ഞാൻ ആ മാർച്ച് പാസ്റ്റിനെ ഞാൻ നന്നായിട്ട് മാർച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. പോലീസിലാണെങ്കിലും ഞാൻ പിന്നെ പരേഡൊക്കെ എടുക്കുന്ന വ്യക്തിയാണ്. എനിക്ക് മാർച്ച് പാസ്റ്റിന് ഞാൻ നിൽക്കുമെന്നുള്ളത് പറഞ്ഞ് നിർത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഈ ആണുങ്ങളൊക്കെ സ്ലീവ്ലെസ് ബനിയനാണ് ഇടുന്നത്, അപ്പം നിങ്ങൾക്ക് സ്ലീവ്ലെസ് ബനിയൻ ഇടാൻ പറ്റുമോ എന്നായിരുന്നു അന്ന് അവിടുത്തെ ആർഗ്യുമെൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ സ്ലീവ്ലെസ് ബനിയൻ ഇട്ടോളാം, പിന്നെ ബ്രാ കൊണ്ടു നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ മതി എന്നു. അപ്പോൾ അങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് പോലും പോലീസ് വലിയ പ്രശ്നമാണ്. പോലീസിൽ പിന്നെന്താ സ്ത്രീകൾ പിന്നെ ഓഫീസർ പറഞ്ഞൊരു കമാൻഡിന് എതിരായിട്ട് നമ്മൾ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലപ്പം 3 പേര്, വേറെ 2 പേരും കൂടി എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ജയ പിന്നെ സൗമിനിയാണോ 2 പേരും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. 1 3-ായി. അപ്പം ഞങ്ങൾ അവർക്ക് മനസ്സിലായണ്ടോ ഇത് പിടിച്ചാൽ നമുക്ക് കിട്ടില്ല, അപ്പം തന്നെ തട്ടിക്കളയാം അല്ല. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പം 3 പേര് ആ രീതിയിൽ ഞങ്ങൾ മാർച്ച് ചെയ്തു. മാർച്ച് ചെയ്തപ്പോഴും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഫോട്ടോ നടുവിൽ വന്ന് ഫോട്ടോ എടുത്തു. അപ്പം ഞങ്ങൾ ഏറ്റവും നടുവിലാക്കി, അതായത് പൊക്കം പ്രകാരം ഞങ്ങൾ കുറവായിരുന്നു. പിന്നെയാണ് ഞങ്ങളുടെ പോയിന്റ് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. പോയിന്റ് കൗണ്ട് ചെയ്തപ്പം ഈ SAP KEP ഇതിലൊന്നും തന്നെ ലേഡീസ് ഇല്ല ആ ടൈമിൽ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, SAP KEPയിലൊക്കെ പിന്നെ ഉള്ള പോയിന്റ് കൗണ്ട് ചെയ്യുമല്ലോ, അതായത് അവിടെയുള്ള പോലീസുകാർ കൗണ്ട് ചെയ്യും. നമ്മൾ ലോക്കൽ കൗണ്ട് ചെയ്യുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും പോയിന്റ് കിട്ടും, അവർക്ക് മെയിലിൻ്റെ പോയിന്റ് മാത്രമേ ഉള്ളൂ, ബിക്കോസ് അവിടെ മെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരിത് മാറ്റിയത്. ഞാൻ പറഞ്ഞു അവിടെ ഫീമെയിലിനെ എടുക്കാത്ത ഞങ്ങൾ ജോയിൻ ചെയ്ത ഫീമെയിലിൻ്റെ തെറ്റല്ല. അതായത് SAPയിലും KEPയിലും MSPയിലും ഒക്കെ സ്ത്രീകളെ എടുക്കാത്തത് വന്ന സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടല്ലോ, ഞങ്ങളാണോ അതിന് ചെയ്തത്. അപ്പം ഞങ്ങളുടെ പോയിന്റ് കൗണ്ട് ചെയ്തേ പറ്റുന്നു. അപ്പം അവിടെ മാർഷിന് അതിൻ്റെ ഓഫീസർ പറഞ്ഞു എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. ഞാൻ എഴുതി കൊടുത്തതിൽ കൃത്യമായിട്ട് ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി കൊടുത്തത്. കാരണം ഞങ്ങളുടെ പോയിന്റ് കൗണ്ട് ചെയ്യാതെ മെയിലിൻ്റെ പോയിന്റ് മാത്രം കൗണ്ട് ചെയ്യുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അപ്പം അവർ പിന്നെ എഴുതി കൊടുത്ത് പിറ്റേന്നും അവരിത് തുടർന്നു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇത് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഭാഷ, ഞാൻ പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലല്ല എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ വീട്ടിലെ കാരണവന്മാർ പറയുന്നൊരു സാധനമുണ്ട്, അവരുടെ ഒരു ആൺധാർഷ്ട്യമുണ്ട്. പെണ്ണുങ്ങൾക്കേ വല്ല സമ്മാനവും വാങ്ങിത്തരും, അതും കൊണ്ടങ്ങ് പോയാൽ മതി. ഇങ്ങനെ വിരലൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെയാണ് അയാൾ പറഞ്ഞ സ്റ്റൈൽ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ആ ധാർഷ്ട്യത്തിന് അതേ ധാർഷ്ട്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഈ മീറ്റ് നടക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഈ മീറ്റ് നടക്കില്ല. എന്തായാലും പിന്നെ SP റാങ്കിന് ഉള്ള ഞാൻ പറഞ്ഞ എന്നാൽ ഈ മീറ്റ് നടക്കില്ല സാറേ. അങ്ങനെ ഉണ്ടായ ഒരു ഇതാണ് നമ്മുടെ ആ ടൈമിലുണ്ടായിരുന്ന ജനാധിപത്യപരമായ രീതിയിൽ തന്നെ. കാരണം അത്രമാത്രം ആളുകളുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചപ്പം, അയാളൊരു ആണാണെന്ന് അഹങ്കരിച്ചപ്പം ഞാനൊരു പെണ്ണാണെന്നും അഹങ്കരിച്ചു. അപ്പോൾ ഒരു അഹങ്കാരത്തിന് വേണ്ടിയിട്ട് അടിയറവ് പറയില്ലെന്ന് ഉള്ളൊരു തീരുമാനം ആ ടൈമിൽ സ്പോണ്ടേനിയസായി വന്നു പോയതാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് എന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഞാനവിടെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നെ എന്നെ സസ്പെൻഡ് ചെയ്യുന്നു. 13 മാസം കഴിഞ്ഞിട്ട് എന്നെ ഡിസ്മിസ് ചെയ്യുന്നു. പിന്നെ കോടതിയിൽ നമ്മൾ പോകുന്നു. കോടതിയിൽ ആദ്യം തന്നെ പോയി. അപ്പം ഗവൺമെൻറ് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ്, ഗവൺമെൻറ്റല്ല കോടതി പറഞ്ഞത്, കോടതിയിൽ ഇവർ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ 40 വർഷമായി ഇങ്ങനെ തന്നെയാണ് മീറ്റ് നടത്തുന്നത്, പെണ്ണുങ്ങളെ പോയിന്റ് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ കോടതി പറഞ്ഞു അപ്പം നിങ്ങൾ ഈ 40 വർഷമായിട്ട് ഇതേ വിഡ്ഢിത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്, അല്ലാണ്ട് വേറുന്നത്. അപ്പം നമ്മൾ ഇനി കൗണ്ട് ചെയ്യണം എന്നുള്ളത് വന്നു. അപ്പോൾ അതോടുകൂടി ദീപശിഖ പിടിക്കാനും അല്ലെങ്കിൽ ഒന്നുമില്ല, എല്ലാ ആണുങ്ങളും ഇങ്ങനെ ദീപശിഖ പിടിക്കുന്നു, പെണ്ണുങ്ങളിങ്ങനെ പുറകെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെല്ലുന്നു എന്നല്ലാതെ അവരുടെ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നേ ഇല്ലായിരുന്നു. അത് ഇപ്പോഴും എനിക്കറിയാം. ഇപ്പോഴും ഞാൻ അതിനുശേഷം ഞാൻ ഇഷ്ടംപോലെ ക്ലബ്ബുകളിലുമൊക്കെ ഞാനിങ്ങനെ ഒരു ക്ലബ്ബ് ഇതുപോലെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ക്ലബ്ബിൽ പോയിട്ട് ഞാനായിരുന്നു അത് അവരുടെ ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു ഇത് ഈ 50ാം വർഷത്തിൽ ഇവിടെ എത്ര, അപ്പോൾ അവിടെ നിറച്ച് സ്ത്രീകൾ ഡാൻസ് കളിക്കാനുണ്ട്, പാട്ട് പാടാൻ, എല്ലാ സ്ത്രീകളാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഈ 50ാം വർഷത്തെ എൻ്റെ സ്പീച്ചിൻ്റെ മധ്യത്തിലാണ് ചോദിക്കുന്നത്, ഈ 50ാം വർഷത്തായിട്ട് എത്ര ലേഡീസ് ഉണ്ട് മെമ്പേഴ്സായിട്ട്? ഞാനിങ്ങനെ അവിടുത്തെ പ്രസിഡൻറ്റിനോട് ചോദിച്ചു. ലേഡീസ് ഒന്നുമില്ല. അപ്പോൾ അവരിപ്പോഴും
ഈ പിന്നെ പോലീസ് അതൊരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും credibility ഇങ്ങനെ ആയിട്ടാണ് ഡാൻസ് കളിക്കണം, ഇവർക്ക് പ്ലക്കാർഡ് ബിയറേഴ്സ് ആയിട്ട് നിൽക്കണം, ഇവിടെ ക്ലബ്ബിലാണെങ്കിലും ഡാൻസ് കളിക്കണം. അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ക്ലബ്ബാണെങ്കിലും ഇവിടുത്തെ ആണിന് ഒരു മാറ്റവും ഇല്ല. അത് ഞാറ് നടുന്ന സ്ഥലത്താണെങ്കിലും മറ്റേ സ്ഥലത്താണെങ്കിലും എവിടെയാണേലും ആണിൻ്റെ ആൺധാർഷ്ട്യം അത് ഔദ്യോഗിക തലത്തിൽ നിന്ന് എവിടുന്നും പോകുന്നില്ല. ആണിനെ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ഒരു ധാർഷ്ട്യം? ശക്തി ഉണ്ടെങ്കിൽ എന്താ, ശക്തിയും വെച്ച് അവിടെ ഇരുന്നോട്ടെ. അതിനെന്താ, ഇപ്പം പിന്നെ നമ്മുടെ ഒരു കലക്ടറിൻ്റെ ഒപ്പം ഗൺമാൻ ഉണ്ട് അല്ലേ? ഗൺമാൻ എന്തിനാണ്? കലക്ടർ പ്രൊട്ടക്ട് ചെയ്യാനാണോ? ഗൺമാനാണ് വലിയ ആളെന്ന് വിചാരിച്ചാലോ? കലക്ടറെക്കാട്ടും ഗൺമാൻ ആണെന്ന് ഗൺമാൻ വിചാരിക്കുന്നതാണ്. ഗൺമാനായിട്ടും പുരുഷനാണ് നിയമിക്കുന്നത്. തീർച്ചയായിട്ടും പുരുഷൻ അതിന് വേണ്ടിയുള്ളതാണ്. അവൻ്റെ കാത്തു രക്ഷിക്കട്ടെ എന്ന്. അവൻ്റെ അഹങ്കാരം ഉള്ളതുകൊണ്ട് അവന് ആ പവർ ഉണ്ട്, അവൻ കാത്തു രക്ഷിക്കട്ടെ. അവൻ്റെ ജോലി അതാണ്, അവൻ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവൻ കാത്തു രക്ഷിക്കട്ടെ. അത് വലിപ്പമല്ല, അവൻ്റെ ഗതികേടാണിത്. അല്ലെങ്കിൽ അവന് ദൈവം കൊടുത്ത ധർമ്മം അതാണ്. അതനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കേണ്ടത്. ആ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാലോ ഈ ഒരു ആണിനൊരു പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് പവർ. അതായത് വേറെ നിവൃത്തിയില്ല, പുരുഷന് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അവൻ ആ പവർ അറിയാത്ത പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്ന പുരുഷനൊക്കെ വിലസും, പവർ അറിയുന്ന പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്ന പുരുഷനൊക്കെ നല്ല രസത്തിൽ ജീവിക്കും. മറ്റൊരു പാവം ഇങ്ങനെ നാണം കെട്ടി ജീവിക്കും. കാരണം ഇവന്റെ പുറകെ പോയിട്ട് ഇവന് വേണ്ടി സീമന്തരേഖ വരച്ചൊക്കെ ജീവിക്കും. ആ ഒരു പവർ എന്താണ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പവർ വേറൊന്നല്ല, നമ്മള് സ്ത്രീകളുടെ പവറുള്ളവര് ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കും. കാരണം നമ്മൾ ഏത് കുടുംബത്തിലായാലും നമ്മളിപ്പം നിലനിൽക്കുന്ന കുടുംബങ്ങളിലൊക്കെ തന്നെ അറിയാം, ബന്ധങ്ങൾ നിലനിർത്തുന്ന സ്ത്രീകളാണ്. അതായത് അച്ഛൻ വരുന്നു 25 പ്രാവശ്യം പറയുന്നതുകൊണ്ടാണ് അത് അച്ഛനാണെന്ന് ഈ കുട്ടിക്ക് മനസ്സിലാകുന്നത്. കുട്ടീനെ പറഞ്ഞു ബോധ്യം അച്ഛൻ്റെ ചായയാണ്, അച്ഛൻ. പിന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മേനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് മുല കുടിക്കുന്നു. പിന്നെ അതിനെ ഗർഭമായപ്പം ചികിത്സിച്ച ഡോക്ടർ അതിന് തെളിവാണ്. പിന്നെ ഈ പരിചരിച്ച നേഴ്സുമാർ അതിന് തെളിവാണ്, അയൽപക്കക്കാർ തെളിവാണ്, ഈ വയറ് കണ്ട് അയൽപക്കക്കാർ തെളിവാണ്. അങ്ങനെ അമ്മയാണെന്ന് തെളിയിക്കാൻ ഇവിടെ അനവധി സംഭവങ്ങളുണ്ട്. അച്ഛനാണെന്ന് തെളിയിക്കാൻ ഒന്നുമില്ല, ഈ അമ്മ മാത്രമേ ഉള്ളൂ. DNA ടെസ്റ്റ് എത്ര പേര് പോകും? DNA അങ്ങനെ ഇവിടെ ഏതാണിനുണ്ട് അങ്ങനത്തെ ഒരു ചൊണ? ഇവിടെ എല്ലാ ആണും വിശ്വസിക്കുക മാത്രം ചെയ്തിട്ടുള്ളവരാണ്. എല്ലാ ആണുങ്ങളും വിശ്വസിക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് DNA ടെസ്റ്റായിട്ട് ആരും പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആണത്വത്തിന് അത് ചോദ്യം ചെയ്യപ്പെടുന്നതായതുകൊണ്ട് അവൻ പോവുകയില്ല. അല്ല, വിശ്വസിക്കാന്ന് പറഞ്ഞില്ല, അമ്മ ഇത്രയും നാൾ പറഞ്ഞിട്ട് നാളെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ മങ്ങനശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സിനിമയുണ്ടല്ലോ, ദേവാസുരാന്ന് തോന്നുന്നുണ്ട്, അതിൽ പറയുന്നൊരു ഭാഗമുണ്ട്, കവിയൂർപ്പന്നമ്മയാണെന്ന് തോന്നുന്നുണ്ട്, എന്തായാലും ഒരു സിനിമയുണ്ട്, അത് ദേവാസുരാന്നാണ് അതിൽ ആ പേരിൽ നീ അഹങ്കരിക്കരുത് മകനെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പം തന്നെ, അച്ഛൻ്റെ കൂടെ വരുമ്പം തന്നെ എൻ്റെ വയറ്റിൽ നീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു രംഗമുണ്ട്. അത്രേ ഉള്ളൂ. അത് ഇങ്ങോട്ട് വരുമ്പോഴും വന്നതിന് ശേഷം ഒക്കെ ആവാം, ആർക്കും ആവാം. അതിപ്പോ അപ്പൊ അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണോ താങ്കൾ കാണുന്നത്? അതിലെന്താ ഡെബിറ്റ് ചെയ്യാറുള്ള? സ്വന്തം മര്യാദക്കാണെങ്കിൽ മര്യാദ. ഇങ്ങോട്ട് വെല്ലുവിളിക്കാൻ വന്നിട്ടുണ്ട്, പോയി പണി നോക്കാൻ പറയാൻ പെണ്ണിന്റെ കയ്യിൽ അത്രമാത്രം ശക്തിയാണ് പെണ്ണ്. നല്ലോണാണെങ്കിൽ നല്ലോണം നല്ല രസത്തിൽ ജീവിക്കാം. വാശിയും വൈരാഗ്യത്തിനും വരുവാണെങ്കിൽ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അത് ഉശിരുള്ള പെണ്ണിൻ്റെ അടുത്ത് നടക്കില്ല. അപ്പൊ തിരിച്ച് അതേ ഉശിരുള്ള പുരുഷൻ ഇവിടെ ആരാണ് പുരുഷനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്? ഇങ്ങോട്ട് വെല്ലുവിളിക്കുമ്പോഴുള്ള മറുപടിയേ ഉള്ളൂ. നല്ലോണം നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ഇല്ലേ എവിടെ വെച്ചാൽ പോയിക്കോ, അത്രേ ഉള്ളൂ. നല്ലോണാണ്. അങ്ങനെ ഒരു സ്ത്രീപക്ഷം ഇപ്പോഴും അങ്ങനെ പറയാത്ത സ്ത്രീകൾ ഒരുപാടുണ്ടല്ലോ. സ്ത്രീപക്ഷമാണോ പക്ഷല്ലായ്മയാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബോൾഡായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ആ പവർ ഉള്ളതുകൊണ്ടാണ്. അവരൊക്കെ നല്ല സ്റ്റൈലായിട്ട് അവർ ജീവിക്കുന്നുണ്ട്, ജീവിച്ചു പോകുന്നുണ്ട്. അവരൊന്നും തന്നെ പിരിഞ്ഞു പോയിട്ടൊന്നും. ആ സ്ത്രീ ബോൾഡായിട്ട് പറയാണ് നീ നിന്റെ പണി നോക്കി പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാ പുരുഷൻ പറയാണ് നീ നിന്റെ പണി നോക്കി പൊക്കോ, അവിടെ തീർന്നില്ല ബന്ധം. നിങ്ങൾ തീർക്കാതിരിക്കുകയോ ചെയ്യും. ഇവിടെയൊക്കെ പ്രശ്നം എപ്പോഴാണ്? പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നത്തിലേർപ്പെട്ട് തർക്കം കോടതിയിലെത്തി ഇങ്ങനെയൊക്കെയുള്ള സമയത്തെ പ്രശ്നം ഈഗോ ക്ലാഷ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈഗോ ക്ലാഷ് എന്തുകൊണ്ട് വൺ സൈഡ് മാത്രം ആവണം? ഇങ്ങോട്ട് ഈഗോ. രണ്ട് സാമന്ത രാജാക്കന്മാർ എന്ന പോലെ എന്നാണ് റോസ്മേരി പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അതായത് ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, അതായത് ആ പദങ്ങൾ പോലും വലിയ തെറ്റാണ്. ഇവിടെയും സുഹൃത്തുക്കളായിക്കോട്ടെ, അതായത് രണ്ട് സാമന്ത രാജാക്കൾ അവർ എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ എന്നുള്ള ഫ്രേസ് പറയുന്നത് അത് അങ്ങനെ ആയതുകൊണ്ടാണ്.
അപ്പോൾ പരസ്പരം രണ്ടുപേരും റെസ്പെക്റ്റ് ചെയ്തിട്ട് സംസാരിക്കും. അപ്പോൾ അവിടെ റെസ്പെക്റ്റ് ഉണ്ട്, അവിടെ ഒരു ഡോമിനേഷൻ അല്ല, അത് റെസ്പെക്റ്റ് ഉണ്ട്. ഈ റെസ്പെക്റ്റ് കുടുംബങ്ങളിൽ ഉണ്ടാവണം. അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഇപ്പോൾ കുടുംബങ്ങൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പം എന്നല്ല, ഒരു കാലത്തും ഇല്ലാത്തതുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പെണ്ണിൻ്റെ അഭിമാനം നട്ടല്ലില്ലായ്മയിൽ തീർത്തതാണ് ഇവിടുത്തെ കുടുംബത്തിൻ്റെ മഹാത്മ്യം. ഇവിടെ കുടുംബം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിൻ്റെ നട്ടല്ലില്ലായ്മ. പെണ്ണ് നിവർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അവളുടെ അഭിമാനത്തിനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതിനും അവൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തകരുന്നതേ ഉള്ളൂ ഇവിടുത്തെ കുടുംബം. അപ്പോൾ പെണ്ണ് മാനല്ലാണ്ട് ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു അഭിമാനമില്ലാതെ ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതിയാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും ഞാനതിനെന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ആത്മാഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടാണേലും ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ പരിസരത്താണ്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്ഥലത്താണ് ഞാൻ വീടുണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഒരു പെണ്ണിന് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. ഫാമിലി സപ്പോർട്ട് വേണം. ഫാമിലി സപ്പോർട്ട് എന്നല്ല, നാട്ടു സപ്പോർട്ടും. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഞാൻ നാട്ടുകാരിയാണ് ഇവിടെ. അപ്പം ഈ സാധനങ്ങളൊക്കെയാണ് പെണ്ണിന് നഷ്ടപ്പെടുന്നത്. അവൾ വേറൊരാളെ ആണിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പാത്രം കഴുകി അവിടുത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ അപ്പം മുഴുവൻ അവന് വിധേയപ്പെട്ട്, അവന് ചുറ്റും സപ്പോർട്ട്, അവൻ്റെ അച്ഛൻ, അവൻ്റെ അമ്മ, അവൻ്റെ വീട്ടുകാർ, അവൻ്റെ നാട്ടുകാരൊക്കെ അവന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ഘടകങ്ങളുണ്ട്. ഈ അനുകൂലമായ സാഹചര്യം തരുന്നൊരു ആരോഗ്യമുണ്ട്. നമ്മളുടെ ശബ്ദം, ഇപ്പം നമ്മൾ വീട് മാറിപ്പോയി, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു വീട് മാറി, നമ്മളൊരു വീട്ടിൽ ഒരേപോലെ വീട്ടിലെടുത്ത് നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി. അവിടെ നമ്മളൊരു ബൈക്ക് കണ്ടു, നമ്മുടേതല്ലാതെ. ഇതായിരുന്നു ബൈക്ക് ഇവിടെ കൊണ്ടുവച്ച്. നമ്മളുടെ ശബ്ദത്തിൻ്റെ ടോണ് വേറെ ആയിരിക്കും. അപ്പോൾ ചേട്ടനെ എവിടെ കയറിയ, ഇത് ചേട്ടൻ്റെ വീടല്ലല്ലോ എന്ന് അയാൾ പറയാണ്. അപ്പം നമ്മുടെ ആരോഗ്യം എന്തായി? സോറി, നമ്മളപ്പോൾ അപ്പം നമ്മുടേത് എന്ന് പറയുന്ന പരിസരം നമുക്കുണ്ടാക്കുന്നൊരു ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ പെണ്ണിൻ്റെ പരിസരത്ത് തന്നെ ജീവിക്കണം. അപ്പോൾ അങ്ങനെ പറയുന്നത്, താങ്കൾ പറഞ്ഞു വരുന്നത്, പെണ്ണ് കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ വന്ന് നിന്ന് അവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. അവൾക്ക് അക്സെപ്റ്റൻസ് ഉള്ളൊരു സ്ഥലമായിരിക്കണം. ഇപ്പൊ പുരുഷന് അക്സെപ്റ്റൻസ് വേണ്ട. പുരുഷൻ എന്തിനാ? പുരുഷൻ ആ അക്സെപ്റ്റൻസ് ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രമാത്രം അഹങ്കാരമൊക്കെ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിന് പകരം അവന്റെ വീട്ടിലേക്ക് പോണ പകരം ഇവർ രണ്ടുപേരും വേറെ വീട്ടിലേക്ക് മാറി അത് അപ്പൊ രണ്ടുപേരുടെ എനർജിയും കുറയും. അപ്പൊ കുഴപ്പമില്ല. അത് നല്ലത് ചീത്ത എന്നുള്ളതല്ല, അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് രണ്ടു പേർക്കും പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇവർ താമസിക്കുമ്പോൾ രണ്ടു പേർക്കും ആ പരിസരങ്ങളെ വിശ്വസിപ്പിക്കേണ്ടതും പരിസരങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കുറേ ഘടകങ്ങൾ. പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുമല്ലോ. പ്രശ്നങ്ങളില്ലാണ്ട് അതിനെക്കാട്ടും ഉപരിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്വതസിദ്ധമായി കിട്ടുന്നൊരു ആരോഗ്യമുണ്ട്. അതായത് ആരോഗ്യം, ഈ ആരോഗ്യം രണ്ടുപേർക്കും നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ രണ്ടുപേർക്കും ഈ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അവിടെ പരിസരവാസികൾക്ക് ഞങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ നിങ്ങളോട് വിഡ്ഢികളാക്കാന്നുള്ളതല്ല, സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്യാന്നേ ഞാൻ അതിനെ പറയുന്നുള്ളൂ. പരിഗണിക്കുക. നമ്മൾ സൊസൈറ്റീനെ ഒരിക്കലും വെല്ലുവിളിക്കരുത്. നമ്മുടെ സൊസൈറ്റീനെ ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയും സൊസൈറ്റിനെ വെല്ലുവിളിക്കില്ല. സൊസൈറ്റിനെ വെല്ലുവിളിച്ച് നമ്മൾ പല ആൾക്കാരും സൊസൈറ്റി ഒരു ഡാഷ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് സൊസൈറ്റി എപ്പോഴും പരിഗണിക്കണം. പക്ഷെ അങ്ങനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ സൊസൈറ്റിയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ശരിയാകാൻ പറ്റും? അങ്ങനെ ഞാൻ പറയും, ഈ പറയുന്ന ഒരു ചട്ടക്കൂട്ടിലല്ലോ ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ അനിയത്തിയുടെ ഈ അടുത്ത അനിയത്തിൻ്റെ 4-5 വർഷം മുമ്പ് അനിയത്തിയുടെ മകൻ്റെ കല്യാണം. ആ ടൈമിൽ എനിക്ക് നല്ലൊരു പാൻറ്റും ഷർട്ടുമാണ് അവർ വാങ്ങി തന്നത്. മറ്റൊരുക്കൊക്കെ സാരി വാങ്ങിക്കൊടുത്തു, എനിക്ക് പാൻറ് ഷർട്ട് വാങ്ങിക്കൊടുത്തു. താങ്കളിടുന്നത് പാൻറ് ഷർട്ട് ആയതുകൊണ്ടാണ് ചേഞ്ച് വന്നു. എന്താണെങ്കിലും അതോട്ട് അവർ അതുമായിട്ട് താതാത്മ്യപ്പെട്ടില്ലേ. വേറൊരു രീതിയിലല്ലോ അവർ. ഞാൻ പറഞ്ഞിട്ടല്ല എനിക്ക് പാൻറ് ഷർട്ട് മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ എനിക്കൊരു സാരി വാങ്ങി തരികയും നമുക്കിത് ഇടാണ്ടിരിക്കും എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള മനോഭാവവും ആകാലോ. അപ്പം നമ്മൾ രണ്ടുപേരും മനസ്സിൻ്റെ ഉള്ളിലൊരു സാധനം, ഇപ്പം ഞാൻ പറഞ്ഞിട്ടല്ല എനിക്കത് വാങ്ങി തന്നത്. ഞാൻ പറയാതെ തന്നെ എനിക്ക് കള്ളി ഷർട്ടാണോ ഇഷ്ടം, പ്ലെയിൻ ഷർട്ടാണോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കാറ്. അല്ലാതെ മറ്റവരോടൊക്കെ കസവ് സാരിയാണോ മറ്റേ സാരിയാണോ ചോദിക്കുമ്പോൾ എന്നോട് കള്ളി ഷർട്ടാണോ മറ്റേ ഷർട്ടാണോ എന്ന് ചോദിക്കുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചത് ഞാൻ പറയുന്നത് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടല്ല. എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നത്, എനിക്ക് ഒരാളെയും വെല്ലുവിളിക്കാൻ താല്പര്യമില്ല. എനിക്ക് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. വളരെ സൗഹൃദപരമായിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ചിരിച്ചുകൊണ്ട് പോയിട്ടും എനിക്ക് ഇത് എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്.
നമുക്ക് കൃത്യമായ നിലപാടുണ്ടായിരിക്കണം. ഇപ്പോൾ താങ്കൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് താങ്കളുടെ പെർസ്പെക്റ്റീവിൽ? അത് ചോദിക്കാനുള്ള റീസൺ, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പല TV ചാനലിലായാലും ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും എനിക്ക് പുരുഷനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ചില ആൾക്കാർ എനിക്ക് ഒരുപാട് പുരുഷന്മാർ എൻ്റെ ഫ്രണ്ട്സാന്ന് പറയുന്നു. എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പുരുഷന്മാർ ഫ്രണ്ട്സാന്ന് പറയുന്നു. പുരുഷ വിരോധി എന്നൊരു പദമാണോ ഫെമിനിസത്തിന് അർത്ഥം വരുന്നത്? എനിക്ക് പുരുഷൻ എന്ന് പറയുന്ന എന്തോ ഒരു വലിയ സംഭവം എന്ന് പറയുന്ന ഒരു സാധനമായിട്ടാണ് ഇതിൽ നിന്നൊക്കെ തോന്നുന്നത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ സാധ്യതകളെ തടസ്സം ചെയ്യുന്നത് എന്താണോ അതിനെ എതിർക്കും. ഒരു മനുഷ്യൻ്റെ സാധ്യതകളുണ്ട്, ഒരു മനുഷ്യന് കുറേ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നീ സ്ത്രീ ആയതുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ എതിർത്താലും പുരുഷനെ എതിർത്താലും ഞാനത് മൈൻഡ് ചെയ്യില്ല. കാരണം എൻ്റെ മനുഷ്യൻ്റെ സാധ്യതയെ തടസ്സപ്പെടുത്തുന്ന ഒന്നിനെയും ഞാൻ അനുവദിക്കില്ല. അതാണ് എൻ്റെ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് താങ്കളുടെ മുമ്പിൽ ഒരു പുരുഷനോ സ്ത്രീയോ ആരും ആയാലും അവരെ എതിർക്കുക എന്നുള്ളതല്ല, ഞാൻ അതിനെ പരിഗണിക്കില്ല. അതായത് എൻ്റെ റൈറ്റിനെ, മറ്റുള്ള ഇതല്ല, റൈറ്റ് നമ്മളുടെ ഒരു ഇച്ഛയ്ക്ക് ഭംഗം വരും. അത് നീ പെണ്ണായതുകൊണ്ട് നീ അത് ചെയ്യരുത്, പെണ്ണായതുകൊണ്ട് നീ ഇത് ചെയ്യരുത് എന്നുള്ള ചില സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഷാഠ്യങ്ങളെയൊന്നും ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒക്കെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മരിക്കണത്. എന്നോടൊപ്പമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിരുന്നത്. ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ. ഇത് പറയുമ്പോൾ കേരള സമൂഹം ഒറ്റ ഡയലോഗ് പറയുള്ളൂ, പെൺകോന്തൻ. അതായത് ഭാര്യയുടെ വീട്ടിൽ വന്നേക്കുന്നവരെ പെൺകോന്തൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്താലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ പല പേരുകൾ പറഞ്ഞോട്ടെ. അത് പേര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്നു എന്ന് പറയുന്നത്, നമ്മൾ എന്തായാലും നമ്മൾ നമ്മളുടെ വീട്ടിൽ നമ്മളൊന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മേനെ എന്ന പെൺകോന്തനല്ലാത്ത അവർക്ക് 5 മക്കളുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 5 മക്കളുണ്ട്. ഇവർ 5ാമത്തെ ആളാണ്. പെൺകോന്തനല്ലാത്തവരുടെ അടുത്തൊന്നും അമ്മേനെ വെച്ചിട്ടില്ല. അമ്മയ്ക്ക് അവസാനം അന്ത്യവിശ്രമം കൊടുത്തത് ഈ പെൺകോന്തനായ ഈ മകനായിരുന്നു. അപ്പോൾ പെൺകോന്തനായാലും കുഴപ്പമില്ലല്ലോ. പെൺകോന്തനല്ലാത്തവന്മാരുണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. സിറ്റുവേഷൻ ഡിപ്പെൻസ്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ്. അമ്മ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങള് അപ്പോൾ അമ്മയും പെങ്ങളും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് തന്നെ പെങ്ങളെയും വെക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. എനിക്കറിയാം അവർ തമ്മിലുള്ള റിലേഷൻ അറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പെങ്ങളും എൻ്റെ പറമ്പിൽ തന്നെയാണ്, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ് ഈ പെങ്ങളെയും വെച്ചത്. ഞങ്ങൾ ഹിന്ദു ആചാരപ്രകാരം ഭൂമിയിലാണല്ലോ വയ്ക്കുന്നത്, അല്ല ഭൂമിയിലെ ശ്മശാനത്തിലല്ല, പൊതു ശ്മശാനത്തിലല്ല, എൻ്റെ സ്ഥലത്താണ്. അപ്പം ഈ പെൺകോന്തൻ എന്ന് നിങ്ങൾ പറഞ്ഞത് പെൺകോന്തനല്ലാത്ത അവര് അല്ല, ഞാൻ നിങ്ങളെ പറഞ്ഞല്ല പറഞ്ഞത്, സമൂഹത്തിന് പെൺകോന്തൻ അല്ലാത്തവർ അമ്മയ്ക്ക് 5 മക്കൾ വേറെ ഉണ്ടായിരുന്നു, 4 മക്കൾ വേറെ ഉണ്ടായിരുന്നു. അപ്പം അവരെ കൊണ്ടൊരു അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പെൺകോന്തനായ ഇയാൾ തന്നെ വേണ്ടി വന്നു. അതൊരു ചെറിയ കാര്യമല്ലല്ലോ, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാറി വരുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് പുരുഷന്റെ താഴെ നിൽക്കണം സ്ത്രീ എന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി. അത് മാത്രമല്ല, അമ്മേന്റെ ബോഡി എടുക്കാനും പെങ്ങളുടെ ബോഡി എടുക്കാനും ഒക്കെ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പം 30-32 വർഷമായി. ചില ഫെമിനിസ്റ്റുകൾ കാണുമ്പോൾ ചിലപ്പോൾ നെഞ്ച് തകരുന്നുണ്ടാവും. അങ്ങനെ എനിക്ക് അങ്ങനെ കേൾക്കുന്നത് നെഞ്ച് തകരുന്നത്. ചില ആൾക്കാർ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അത് താല്പര്യമില്ലാത്തൊരു കല്യാണം കഴിക്കണ്ട. ഈ കല്യാണം കഴിക്കുക ഇത്ര വലിയ മഹത്വമായിട്ടൊന്നും, നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയത് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയത് കൊണ്ട്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇല്ലാത്ത അതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ അംശങ്ങളൊക്കെ ചിലപ്പോൾ അവരിലും ഉണ്ടാവും. അതെങ്ങനെ തരണം ചെയ്തു? ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞവരുണ്ടാവും. അപ്പോൾ അവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചില പോയിന്റ്സുകളുണ്ട്. ചില പോയിന്റ്സ് അല്ല, ഒരുവിധം പോയിന്റ്സൊക്കെ പെണ്ണും ഒരുമിച്ചൊക്കെ നട്ടിൽ നിവർത്തി കഴിഞ്ഞാൽ തീരാന്നുള്ള കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അത് പരസ്പരം നമ്മൾ കല്യാണം കഴിക്കുന്ന കാലത്ത് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിക്കുന്ന കാലത്ത് തന്നെ നമ്മളെല്ലാവിധ മൂല്യബോധങ്ങളും മെയിൽ ഡോമിനേറ്റഡ് മൂല്യബോധങ്ങളുമായിട്ടാണ് ഒരു പെൺകുട്ടി പോകുന്നത് മിക്കവാറും. അതൊരു വീട്ടുകാരെങ്ങനെയുള്ള പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ആ മൂല്യബോധങ്ങളിൽ ആണ് അവൾ ഫോളോ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് മടുക്കുന്നത്. അപ്പോഴാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ഞാൻ
വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്. അതായത് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം പിന്നെ ബെഡ് കോഫി വന്നിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ കല്യാണം കഴിച്ച ഞാനും എന്നെ അങ്ങോട്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് 2 കണ്ടീഷനായിരുന്നു ഞങ്ങൾ കല്യാണം ഇതാക്കാൻ പറഞ്ഞ്. ഒന്നുകിൽ നമുക്ക് അവരെ വീട് മാനന്തവാടിയിലാണ്, എൻ്റെ വീട് ബത്തേരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു കല്യാണം മാനന്തവാടിയിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാം, അല്ല കല്യാണം ബത്തേരിയിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് പോകാം. എന്താ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള റീസൺ? കാരണം ആണിൻ്റെ വീട് പെണ്ണിൻ്റെ വീട്. ഓക്കെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കല്യാണം കഴിച്ചാൽ നിങ്ങളെ വീട്ടിലേക്ക് പോകാം, നിങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്നാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. താങ്കൾക്ക് താങ്കളുടെ വീട്ടുകാരായിട്ട് വിട്ടു പിരിയാൻ പറ്റാത്തതുകൊണ്ടാണ്? അങ്ങനെയൊന്നുമല്ല, ഞാനതൊരു ഐഡിയോളജിൻ്റെ ബേസ് പറഞ്ഞു. ഈ കല്യാണം കഴിച്ചാൽ ആണിൻ്റെ വീട്ടിലേക്ക് പായണം എന്നുള്ളതിന് ഞാനൊരു ചെറിയൊരു സാധനം ഇങ്ങനെ ഇട്ടു. ഓക്കെ. പിന്നെ ഞാൻ താലി അതൊന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. താലി, സീമന്തരേഖ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. അതൊന്നും ഞാൻ പറഞ്ഞു. കല്യാണം എങ്ങനെയായിരുന്നു? കല്യാണം ഇല്ലല്ല, അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. താലി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഒരു ഹസ്ബൻഡ് പോലീസ് ഓഫീസറായിരുന്നു. റിട്ടയർമെന്റ് ഇപ്പൊ റിട്ടയർ. എത്ര കുട്ടികളുണ്ട്? ഞങ്ങൾ 2 പേര്. മോള് ആതിര എന്നാണ് അവളുടെ പേര്. അവള് കാനഡയിലാണ്, പിന്നെ ബാങ്കിൽ ജോലിയാണ്. കല്യാണം കഴിഞ്ഞോ? അവളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരുന്നു? മോളോട് എന്താണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്? മോളോട് പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. അവള് ഓർണമെന്റ്സ് പിന്നെ എന്തൊക്കെയോ പിന്നെ വേറെ ഓർണമെന്റ്സ് ആണ്, പക്ഷെ താലിയൊന്നും അവിടെ ഇല്ല. അവളും സീമന്തരേഖയൊന്നും വരയ്ക്കുന്നു. അമ്മയുടെ പാത തന്നെയാണ് ഫോളോ? ഞാൻ അങ്ങനെയൊന്നും പറയുന്നേ ഇല്ല. അവൾക്ക് അവളുടേതായ പാതയുണ്ട്, അവളുടേതായ കാഴ്ചപ്പാട്. എന്ന നിലയ്ക്ക് ഒരു മകൾക്ക് പകർന്നു കൊടുത്തത് എന്താണ്? അങ്ങനത്തെ ഞാൻ പ്രത്യേകിച്ച് പകർന്നു കൊടുക്കലൊന്നും. സാധാരണ അമ്മമാര് മക്കളോട് പറയും കല്യാണം കഴിഞ്ഞു നീ ഭർത്താവിന്റെ വീട്ടിൽ പോകണം, നീ എപ്പോഴും പെൺമക്കളോട് പറയുന്ന കാര്യമാണ് കല്യാണം കഴിഞ്ഞ് നീ വേറെ വല്ലവന്റെ വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. എൻ്റെ അടുത്ത് എന്നോട് അവള് തന്നെ തെറ്റി പറഞ്ഞൊരു ഇതുണ്ട് ഭയങ്കര. അതായത് അവള് വളരെ ഫ്രീ ആയിട്ട് പോലീസ് അക്കാദമിയിലായിരുന്നു. പോലീസ് അക്കാദമിയിൽ ഞങ്ങൾ ഭയങ്കര വിസ്താരമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ പിന്നെ PSC കോച്ചിങ് സെൻറ്റർ ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഇനീഷ്യേറ്റീവിൽ ഞാൻ ആരംഭിച്ചിരുന്നു. അപ്പോൾ അവിടെ കുറേ ആൺകുട്ടികളുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വളരെ പിന്നെ യങ്ങാണല്ലോ, എൻ്റെ മകളാണല്ലോ. അപ്പം അവിടെ നമുക്ക് സന്ധ്യക്കൊക്കെ പോയിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഗോസിപ്പായിട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നു പറഞ്ഞാൽ മാഡം ശ്രദ്ധിക്കണം കേട്ടോ, മാഡത്തിൻ്റെ കുട്ടി ഇങ്ങനെ പിന്നെ എപ്പോഴും ഇങ്ങനെ രാത്രിയിലൊക്കെ വളരെ വൈകിട്ടാണ്, അസമയത്താണ്. അപ്പോൾ എനിക്ക് അപ്പം തോന്നിയൊരു ഡയലോഗ്. പിന്നെ അത് എൻ്റെ വീട്ടിൽ എൻ്റെ മകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹരാസ് ചെയ്തു, എന്നെ ഹരാസ് ചെയ്തു. ഞാൻ അപ്പോൾ കൊടുത്ത മറുപടി ഇതാണ്. അതും കേട്ടാണ് ഇവള് വരുന്നത്. ഞാൻ പറഞ്ഞു ഏറി വന്നാന്ന് പെറ്റു പോയി, കുട്ടീനെ ഞാൻ നോക്കിക്കോളും മാഡം എന്നുകൊണ്ട് ഞാനങ്ങ് കയറിപ്പോയി. ഈ ഭയങ്കര ഗോസിപ്പ് പറഞ്ഞ സാധനം. അപ്പം അമ്മ എന്താ അങ്ങനെ. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മ എന്നെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞാൽ എന്നെ പറ്റി മോശം. ഞാൻ പറയും എനിക്ക് മോശം, എനിക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാൻ നേരമല്ല. നീ എല്ലാ ദിവസവും പിന്നെ സന്ധ്യയ്ക്ക് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നിന്നെ പ്രസ് ചെയ്യാനും എനിക്കറിയാവില്ല, ഇവർ പറയുന്നതിനെ പ്രൊമോട്ട് ചെയ്യാനും എനിക്കാവില്ല. എനിക്ക് എൻ്റേതായ കാരണം എനിക്ക് ഫുട്ബോൾ, ഈ സ്ത്രീകളെ ഫുട്ബോൾ പഠിപ്പിക്കുന്നു, മറിച്ച് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ പോലീസ് അക്കാദമി എന്ന് പറഞ്ഞൊരു പിന്നെ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതൊരു ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് വാതിൽ അടയ്ക്കൊന്നും വേണ്ട, പുറമെ മുഴുവൻ സെക്യൂരിറ്റി ഉള്ള സ്ഥലം. അത്രയും സെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ വളരെ സെക്യൂർ ആണെന്നുള്ള ആ സാധനം എനിക്കറിയാം. അപ്പോൾ പിന്നെ ഇത്രമാത്രം ദിവസവും പട്രോളിംഗ് ഉണ്ട്. അതിലൂടെ അങ്ങനെ ഒരാളും കയറില്ല, മാത്രമല്ല അതിനുള്ളിൽ പട്രോളിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിയാണെങ്കിലും സേഫ് ആണെന്നുള്ളത് എനിക്ക് 100% അറിയാം. പിന്നെ ഈ ഗോസിപ്പിന് ഞാൻ എന്തിനാ പിന്നെ ഇതെന്തോ ഒരു സാധനം വേണ്ട, അത് പിന്നെ എന്തോ കമ്പനീൻ്റെ ഫോൺ. ഈ ഗോസിപ്പിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് സമയമില്ല, നേരമില്ല. നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളെ അടുത്ത് ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ടല്ലോ. അതേസമയം വളരെ താങ്കളുടെ പെർസ്പെക്റ്റീവിൽ താങ്കളുടെ കാര്യം പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ താമസിക്കുന്നത് വേറെ സമൂഹത്തിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ട് ഇപ്പോഴും ഒരു സേഫ്റ്റി ഇല്ല. പുറം രാജ്യങ്ങൾ, ഇപ്പോൾ ദുബായിലാണെങ്കിൽ GCC കൺട്രീസിലാണെങ്കിൽ ഏത് നട്ടപ്പാതിരത്രയ്ക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സ്ത്രീക്ക് ധൈര്യമായിട്ട് നടക്കാം. അത് അവിടുത്തെ നിയമവ്യവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ സ്ത്രീക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാൽ പോലും സ്ത്രീകൾക്ക് ഒരുപാട് അതിജീവിതകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അതിജീവിത മുഖ്യമന്ത്രിക്ക് 6 പ്രാവശ്യം ലെറ്റർ എഴുതി കൊടുത്തു, അതിനൊരു മറുപടിയും വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് സ്വന്തം പെൺകുട്ടീനെ ധൈര്യപൂർവ്വം പുറത്തേക്ക് വിടാൻ പറ്റും? പുറത്തേക്ക് പോട്ടെ, അവർ അതിജീവിതയാണല്ലോ ആയത്, അല്ലാണ്ട് അതിജീവിതയുടെ അമ്മയല്ലോ പരാതി കൊടുത്തത്. അതിജീവിത ആ ഇൻഡിവിജ്വൽ ആണല്ലോ പരാതി കൊടുത്തത്. അതിന് പ്രാപ്തി ഉണ്ടായാൽ മതി.
ഒന്നുകിൽ കരയാതിരിക്കുക, അല്ലെങ്കിൽ അതിജീവിത എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുക. എന്താണെങ്കിലും ബോൾഡായിട്ട്, അല്ലാണ്ട് അതിജീവിതയുടെ അമ്മ പരാതി കൊടുത്തെന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ നമ്മളിപ്പോൾ കേൾക്കുന്ന മുഴുവൻ അതിജീവിതയാണല്ലോ പരാതി കൊടുത്തത്. അതെ, പക്ഷേ അതിജീവിതയാണല്ലോ പരാതി. അങ്ങനെ അതിജീവിതകളെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ നിയമവ്യവസ്ഥയിലെ മാറ്റം എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാവുന്ന സിറ്റുവേഷൻ അല്ല ഇല്ലാണ്ടിരിക്കേണ്ടത്. ആ സിറ്റുവേഷൻ ഇല്ലാതിരിക്കാനുള്ള അതിന് പെണ്ണ് തന്നെ ശ്രദ്ധിക്കണമെന്നുണ്ടോ? അല്ല, ആ ഇല്ലാതിരിക്കാനുള്ള സിറ്റുവേഷൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ. അത് അമ്മയോ അച്ഛനോ ആരും, അത് അമ്മയ്ക്ക് മാത്രമുള്ള ബാധ്യത ഒന്നുമല്ല, അച്ഛനും വലിയ ബാധ്യത. അച്ഛനും അമ്മയും കൂടിയൊക്കെ കണ്ട് ഇല്ലാണ്ടായിക്കോട്ടെ, അതിന് ഇൻഡിവിജ്വലിന് വലിയതൊന്നുമില്ല. പവർ ഉണ്ടായാൽ മതി. നമ്മളിപ്പോൾ നമ്മളെ ഏത് രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്, നമുക്കതിന് പവർ ഉണ്ടാവണം. അതായത് ഇപ്പോൾ അതിജീവിത എന്ന് വന്നിട്ട് പറയുന്ന ഒരാളാണെങ്കിലും, ഞാൻ ഇന്ന ആളുടെ കൂടെ പിന്നെ ഞങ്ങളിങ്ങനെ കല്യാണം കഴിക്കാതെ വിശ്വസിച്ചെന്നോ വിശ്വസിപ്പിച്ചെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും നല്ല ടീംസിലായിരുന്നു എന്നോ പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ആ കരാർ ലംഘിക്കുമ്പോഴാണല്ലോ പരാതി കൊടുക്കുന്നത്. പരാതി കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നല്ലൊരു പാൽപ്പായസം കുടിച്ചു, നല്ല ഒരു കല്യാണത്തിന് പോയി നല്ല അടിപൊളി പാൽപ്പായസം എല്ലാവരും കുടിച്ചു. 2 ദിവസം കഴിയുമ്പോൾ പറയുകയാണെങ്കിൽ എലി എത്തിടക്കുന്നുണ്ടായിരുന്നു. നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ ആ വീട്ടുകാരെ പോയിട്ട് നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചില്ലേ, നമ്മൾ ഛർദ്ദിക്കില്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ കുടിക്കുമ്പോൾ നല്ല രസത്തിൽ കുടിച്ചു, പിന്നെയാണ് അറിഞ്ഞ എലി എത്തിടക്കുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ പാസ്പോർട്ട് ചെയ്തു, ഫിനിഷ്. അപ്പോൾ കൺസെന്റോടുകൂടി സെക്സ് ചെയ്തിട്ട് പിന്നീട് അത് കൺസെന്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഈ സാധനം ഉണ്ട്. കൺസെന്റ് എന്ന് പറയുന്നതിൽ ചതി ഉണ്ടെന്ന് പിന്നീടാണല്ലോ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പായസം നല്ലതായിരുന്നു, പിന്നെയല്ലേ അറിയുന്നത് എലിയെ തീർക്കുന്നുണ്ട്. ഓക്കെ, അത് അറിഞ്ഞുകൊണ്ടോ എലീനെ കൊണ്ടിട്ടതാവാം. അത് എത്ര ഇപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് എലി ചത്ത് കഴിഞ്ഞാൽ പറയാനല്ലോ ഓക്കെ. ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത് അറിയുന്നത് അത് എപ്പോഴാണോ നമ്മൾ മനസ്സിലാവുന്നത്. അല്ല, ഈ പരിപാടി കഴിഞ്ഞ് ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ ബ്രേക്ക് ചെയ്ത് അവർ മൂവ് ഓൺ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് ഇവർ ഫെയിമിലോട്ട് എത്തി, പിന്നീട് ആണ് കുറെ കേസിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ. അതിന് ഒരു തെറ്റുമില്ല. ഇപ്പൊ ഞാൻ എനിക്ക് കൃത്യമായിട്ട് തന്നെ ഫെയിം ആവണ വരെ വെയിറ്റ് ചെയ്യണം. ഫെയിം എന്നൊന്നും അല്ല മോനെ ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ തന്നെ കുറേ സംഭവം വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വേടനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ എടുക്കല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ ഇതിൽ പറയുന്നത്, എൻ്റെ അച്ഛൻ ശബരിമലയ്ക്ക് പിന്നെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ ശബരിമലയ്ക്ക് പോകുന്ന ടൈമിൽ, അച്ഛൻ കൊല്ലത്തിൽ ശബരിമലയ്ക്ക് പോകുമായിരുന്നു, മിക്കവാറും പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3-ലും 4-ലൊക്കെ പഠിക്കുന്നതാണ്. ഞാൻ എൻ്റെ അനിയത്തിയും ഒക്കെ ഉണ്ട്, ഞാൻ ചെറിയോളുണ്ട്, ചെറിയ അനിയത്തിൻ്റെ. ഞങ്ങൾ 3 പേര് 5 പേരെ, 5 പെൺകുട്ടികളാണ് ഞങ്ങൾ. അതിൽ 2 പേര് ചെറുപ്പത്തിൽ തന്നെ നാട്ടിൽ പോയിട്ടാണ് പഠിക്കുന്നത്. ഞങ്ങൾ ബാക്കിയുള്ള ഞാൻ എൻ്റെ അനിയത്തി ഗീത, വിജിമോള്, ഞങ്ങൾ 3 പേരും പിന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ശബരിമല പോകുന്നതിൽ അച്ഛൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വളരെ വൃത്തികെട്ട അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാനൊക്കെ. വൃത്തികെട്ട അനുഭവം എന്ന് വെച്ചാൽ സെക്ഷലായിട്ട് വൃത്തികെട്ട അനുഭവം. നമ്മളെ എവിടെയെങ്കിലുമൊക്കെ പിടിക്കുക, തോണ്ടുക, ഇതൊക്കെ ചെയ്യുന്ന അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. ആർക്കും സുഹൃത്തുക്കൾ എന്നുള്ള ലേബൽ ആർക്കും നമുക്ക് വീട്ടിലേക്ക് എൻട്രി ഉണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് പറയുന്ന അവരൊക്കെ ഞാൻ അങ്ങോട്ട് പിന്നെ ത്രിശങ്ക് സ്വർഗത്തിൽ നിർത്തണം. പക്ഷേ ഇങ്ങനെ പറയാതിരിക്കുന്നു എന്ന് പറയുന്നത് അന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നല്ല. ഇത് സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, അത് പറയേണ്ടതല്ല എന്നുള്ള നിലയിലാണ് ഞാനൊക്കെ അതിനെ കണ്ടിരുന്നത്. അത് പറയേണ്ടതല്ല. അത് അന്ന് ചെറുപ്പത്തിലാണെങ്കിലും എന്താണെങ്കിലും അത് ഈ സമയത്ത് നമുക്കത് ഉണ്ടാക്കുന്ന പിന്നെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. കാരണം ഇവരുടെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അത്രയും വെറുപ്പ് വരുന്നുണ്ട്. പക്ഷേ നമ്മളത് ഒരിക്കലും ഇത് ആരാന്നൊന്നും പറയുന്നേ ഇല്ല. പിന്നെ എൻ്റെ പോലീസ് ഓഫീസർമാരുണ്ട്, ഫയലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് വാങ്ങും. സിനിമയിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അതൊക്കെ അപ്പം ഇപ്പം ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു ഓഫീസർ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ. ഇത് ഒരു 20 വയസ്സുള്ളൊരു കുട്ടി പറയുകയാണ് ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് നുണയാണെന്നേ ഞാൻ പറയും. അതിലൊന്നും സത്യമല്ല. പിന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കൊടുത്ത പരാതിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ പറയുക, നിന്നെ എന്തിനാ അത്തോടുന്നു, നിൻ്റെ മേലെ എന്താ അലുത്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചത്. അത് എൻ്റെ ഹസ്ബൻഡ് മുമ്പ് നിന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കൊന്ന് പൊട്ടിക്കായിരുന്നില്ല. നമ്മൾ പോലീസ് ഓഫീസേഴ്സ് നമ്മൾ അപമാനിക്കപ്പെടുന്നതിൽ നിന്ന് പിന്നെയും പരാതി കൊടുത്തിട്ട് അപമാനിക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ അനുഭവം എന്നല്ല, എല്ലാ സ്ത്രീകളുടെ അനുഭവം അങ്ങനെയാണല്ലോ. പിന്നെ എന്തോന്ന് ഇത് പറയുന്നില്ല. അതായത് ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ളതൊക്കെ വളരെ റെയറാണെന്ന് പറയുന്നത് വളരെ തെറ്റാണ്. പോലീസ് ഡ്യൂട്ടിയിൽ നിന്ന് യൂണിഫോമിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിൻ്റെ തൊടേമിൽ അമർത്തി പിടിച്ചിട്ട്
ഞാൻ അങ്ങോട്ട് കയർത്തിട്ടുണ്ട്. ഇത് പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പരാതി പറയുമ്പോൾ നിന്റെ മേലെന്താ അലുത്തിട്ടുണ്ടോ എന്ന് പറയുന്ന ഓഫീസർമാരുടെ അടുത്തല്ലേ നമ്മൾ പോയിട്ട് പറയേണ്ടത്. പറയാതിരിക്കുന്ന ഏറ്റവും ബുദ്ധി. ഭയങ്കര ഇൻസൾട്ടിങ് ആണ് ഉണ്ടാവുക. നമ്മൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നല്ല ഇൻസൾട്ടിങ് ആണ് ഉണ്ടാവുക. ഞാനതുകൊണ്ട് ഇപ്പോഴേ കുട്ടികളോട് പറയാം, നിങ്ങളെ ആരെങ്കിലും തോണ്ടി പിടിച്ചു നോക്കട്ടെ, നിങ്ങളുടെ ഒരൊറ്റ തുപ്പുക. അപ്പൊ തുപ്പുമ്പോൾ അയാൾ പറയും എന്നെ തുപ്പി എന്ന് പറയും. അപ്പൊ എന്തിന് തുപ്പി എന്നുള്ളത് മറ്റുള്ളവർ ചോദിച്ചോളും. അത് 2 ഘടകമാവും. എന്നെ തോണ്ടി അപ്പൊ പറഞ്ഞാൽ മതി എന്നെ തോണ്ടി. ഈ തെളിവും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ലേ? അത്രയും വേണ്ടു. അല്ല, ഇതേ ചെയ്യേണ്ട നിവൃത്തി ഇള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഞാൻ അവൻ്റെ മുഖത്ത് തുപ്പിയല്ലോ. അതിന് ശേഷം ആണല്ലോ പിന്നെ അപ്പം 2 ഉണ്ടാവും, പക്ഷം 2 ഉണ്ടാവും. പിന്നെ എന്തിനു തുപ്പി, അപ്പൊ എന്നെ തോണ്ടി നമുക്ക് പറയും. അത് ഇയാൾ തന്നെയാണോ ഉറപ്പ്? അത് 2 പക്ഷം ഉണ്ടാവും. എന്നാലും 2 പക്ഷം ഉണ്ടല്ലോ, ഇത് 2 അല്ലല്ലോ പക്ഷം, ഒറ്റ പക്ഷമല്ലോ. അപ്പം പറഞ്ഞുകൂടായിരുന്നോ? അപ്പം ചോദിച്ചു 1 മിനിറ്റ് വൈകി. ഇപ്പം ഞാൻ എനിക്ക് തന്നെ ഭയങ്കര വലിയൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഈ ഞാനത് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് അതിന് മാത്രം ആളൊന്നും കണ്ടിട്ടല്ല. ആ ടൈമിൽ ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്ത വിനയ എന്തുവാണ് എനിക്കെന്നെ അറിയത്തില്ല. വിനയ എന്ന് എന്താണ് എൻ്റെ, ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ എന്ന് വെച്ചാലും ആ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇതിനോടനുബന്ധിച്ച് കുറേ ബസ്സിൽ ഇഷ്യൂ ആയിട്ട് വന്നപ്പോൾ ഞാൻ അതിനോടൊക്കെ അനുബന്ധിച്ച് ഞാനൊരു ഇതിട്ടിരുന്നു. അത് സംഭവം ഇതാണ്, ഞാൻ 98 തോന്നുന്നു, ഞാൻ ബത്തേരി സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയം കോൺസ്റ്റബിളായിട്ട് ഞാൻ ട്രാഫിക് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുക. അന്ന് ഞാൻ സാരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഈ പിന്നെ ലേഡീസ് സീറ്റിലൊക്കെ മെന്നുണ്ട്. അപ്പം ഞാൻ ഈ ലേഡീസ് സീറ്റിലുള്ള മെന്നിനെ പറ്റിയിട്ടൊന്നും ഞാൻ വറീഡല്ല. ഞാൻ അങ്ങനെ കാരണം നല്ല ടയേർഡാണ്. 5 മണി വരെ ഡ്യൂട്ടി ചെയ്ത് പിന്നെയും പോയിട്ട് തിരിച്ചിട്ട് വരികയാണ്. അത് ട്രാഫിക്കിലെ ഡ്യൂട്ടിയാണ്, നിന്ന് ബത്തേരി ടൗണിലെ അതുപോലെ ആ ടൈമിൽ ഡ്യൂട്ടി അത്ര ഹെവി ഡ്യൂട്ടിയാണത്. ഓട്ടോറിക്ഷക്കാർ മത്സരിച്ച് നിർത്തും, അവരെ പായിക്കും, ഇങ്ങനെയൊക്കെയുള്ള. അപ്പം ഞാനിങ്ങനെ കുറച്ച് ടയേർഡാണ്. അപ്പോൾ ഈ ലേഡീസ് സീറ്റിനെ പറ്റിയിട്ടല്ല എൻ്റെ ബോധരേഷൻ. ഞാൻ ചാരി നിൽക്കുകയാണ്, ഇരിക്കുകയല്ല. ഈ ഇരിക്കുന്നിടത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, ഈ ചാരി നിൽക്കലും ഇതാക്കുക. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ ലേഡീസ് സീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ അത് ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല, പിന്നെ അവസാനം സീറ്റ് തന്നു, ഇരുന്നവരെ എണീപ്പിച്ചു. അപ്പോൾ നമ്മൾ ആര് കാരണമാണോ പിന്നെ ഈ സീറ്റ് വേണമെന്ന് പറഞ്ഞത്, അയാൾ അങ്ങോട്ട് പച്ചത്തേറി അങ്ങോട്ട് പറഞ്ഞു തന്നെ. ഇനി പറയാമെന്ന് ബാക്കിയില്ല, കുറച്ച് ദൂരമുള്ളത്, വലിയ ദൂരമൊന്നുമല്ല. എൻ്റെ അമ്മായിപ്പാല അവിടെ എത്താനാകുമ്പോഴാണ്. ബത്തേരി സ്റ്റേഷൻ ലിമിറ്റാണ് അത്, അങ്ങനെ ഉണ്ടല്ലോ, ഏത് സ്റ്റേഷൻ ലിമിറ്റിലാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബസ് നിർത്താൻ പറഞ്ഞു. ബസ് അവിടെ നിർത്തി, കണ്ടക്ടർ നിർത്തിയപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എഗനസ്റ്റായിട്ട് ബസ്സിന്ന് ഓരോ അവളുമാർ കയറി സ്വന്തം വണ്ടി വിളിച്ച് പോട്ടെ അങ്ങനെയൊക്കെയുള്ള കമൻറ്റ്. യാത്ര മുടക്കാണല്ലോ. ഞാൻ അപ്പം തന്നെ വേണ്ട നിർത്തണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ബത്തേരി സ്റ്റേഷനിൽ പോകണം, അങ്ങോട്ടാണെങ്കിൽ അമ്പലവൂർ സ്റ്റേഷനിൽ പോകണം. അമ്പലവൂർ സ്റ്റേഷനിലേക്ക് 10-15 കിലോമീറ്റർ, ഇങ്ങോട്ടാണെങ്കിൽ 3 കിലോമീറ്റർ. പക്ഷേ തിരിക്കുന്ന സ്ഥലവും ഇല്ല, നമ്മൾ നിർത്തുന്ന. പിന്നെ ആളുകളുടെ മുഴുവൻ ഹറാസ്മെൻറ്റ്. അപ്പോൾ പരാതിപ്പെട്ട എൻ്റെ കാര്യമായിട്ട്. അപ്പം ഞാൻ ഈ പോകുന്ന പോക്കിൽ ഞാൻ 2 പേരുടെ പേര് അഡ്രസ്സ് എഴുതിയെടുത്തു. ഒരു ബുക്ക് എടുത്തിട്ട് എഴുതിയെടുത്തു. പോലീസ് നോട്ട് ഒരു ബുക്കിൽ ഞാൻ എഴുതിയെടുത്തു, നോട്ട്ബുക്ക് എൻ്റെ കയ്യിലുള്ളൊരു ബുക്കിലങ്ങ് ഞാൻ എഴുതിയെടുത്തു. എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് വരെ ഞാൻ മാടക്കരയാണ് ഇറങ്ങുന്നത്. അപ്പോൾ കോളിയാടി ഈ മനുഷ്യൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇയാൾ ഇറങ്ങി. അപ്പോൾ കോളിയാടി മാടക്കര ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെവി, ആർക്കും ധൈര്യമൊന്നുമില്ല മനുഷ്യന്മാർക്ക്. നമ്മൾ വിചാരിക്കും മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ്, ഇല്ല കേട്ടോ. നമ്മൾ ഈ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും സുഖം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇവർ എല്ലാവരും എന്നെ പരിഹസിക്കുന്ന കൂട്ടത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് 2 പേര് പറഞ്ഞ് എനിക്കറിയാട്ടോ ആളെ, ഞാൻ പറഞ്ഞു തരട്ടോ ചേച്ചിന്ന് പറഞ്ഞു. അങ്ങനെയും പറഞ്ഞിട്ട് അയാളെ ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ആളെ അറിയില്ലല്ലോ, നമ്മൾക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെ പരാതി എഴുതി. പിന്നെ എനിക്കതൊക്കെ കിട്ടി. പിന്നെ ഞാൻ രാത്രി ഞാൻ CAനെ വിളിക്കുകയാണ്. CA സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ എനിക്കിങ്ങനെ ബസ്സിൽ നിന്നൊരു അനുഭവം ഉണ്ടായി. കാരണം അത് രാത്രി 9 മണിയോളായി. കാരണം നമ്മൾ വീട്ടിലെത്തുമ്പോൾ 7-8 മണി. പിന്നെ നമ്മൾ അതിൻ്റെ ഷോക്ക്, അതായത് ഇങ്ങനെയൊരു സംഭവം, ആൾക്കാർ മുഴുവൻ നമ്മളെ ചീത്ത പറഞ്ഞു, നമ്മൾ ഭയങ്കരമായിട്ട് അപമാനിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഒരു ഷോക്ക്, ഇതിൻ്റെ ഒരു ടൈമുണ്ട്. ഇപ്പോൾ ആൾക്കാർ ആ ടൈമിൽ തന്നെ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ ടൈമിൽ തന്നെ പരാതിപ്പെട്ടില്ല, അതൊക്കെ അന്നും ഉണ്ട്. അപ്പം ഞാൻ ഉടനെ തന്നെ സംഭവം നടക്കുന്നൊരു 7 മണിയോ അല്ലെങ്കിൽ 6 ആ ടൈമിലായിരിക്കാം. ഞാൻ വീട്ടിലെത്തി എന്ന് കുളിച്ച് പിന്നെ നമ്മൾ ഈ സംഘർഷം ഇതിൻ്റെ ഒക്കെ കൂടി ഉള്ളു കൂടെ എൻ്റെ വീട്ടിൽ ഫോണില്ല. ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഫോൺ ചെയ്തു. അത് CAക്കാണ് ഫോൺ ചെയ്യുന്നത്.
സിയോട് ചോദിച്ചപ്പോൾ സി എന്നെ വല്ലാതെ ഹരാസ് ചെയ്തു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വിനയാണ്, അപ്പോൾ എന്തോ ഈ സമയത്ത് വിളിച്ചിങ്ങനെ. ഇപ്പം ഞാൻ പറഞ്ഞു സാറേ ഇന്ന് ബസ്സിൽ നിന്ന് ഇങ്ങനെ, അതിന് ഞാനത് പോയി കേസിൽ പോയി സ്റ്റേഷനിൽ പോയി പറയടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു സബോർഡിനേറ്റാണ്, അപ്പോൾ എന്നുള്ള ആ ഒരു റൈറ്റും കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ 8 മണിയായപ്പോൾ തന്നെ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുള്ള കണക്കാക്കി എത്തി. അപ്പോൾ ഞാൻ പരാതി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആ പരാതി എഴുതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്തു. എസ് ഐ പിന്നെ വായിച്ച് അതിങ്ങനെ പോലീസിനെ കണ്ടിങ്ങനെ വായിച്ചിങ്ങനെ നോക്കുന്ന രസിക്കുന്നൊരു ഭാഗമുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ സ്വഭാവം. ഓ എന്താ പിന്നെ സ്ത്രീത്വത്തിന് ഭംഗം വന്നു, അതിനിപ്പോൾ എന്താക്കണം ഇവിടെ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിഹസിച്ചിട്ട് എല്ലാവരും കേൾക്കുകയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു FIR ഇടണം സാർ. FIR ഇടാനുള്ള കാര്യമൊന്നും ഇതിലില്ല. ഞാൻ പറഞ്ഞു FIR ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലുണ്ട് സാർ. കാരണം ഞാനും എനിക്കറിയാം, എനിക്കും കുറച്ചൊക്കെ എനിക്കും അറിയാം. ഞാൻ പറഞ്ഞു FIR ഇടാനുള്ള സാധനമൊക്കെ അതിലുണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്ക് 11 CI വരട്ടെ എന്താ ചെയ്യുക. അപ്പോൾ 11 മണിക്കാണ് CI വരുന്നത്. 11 മണിക്ക് CSR വന്നിട്ട് പിന്നെ എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി ചോദിക്കാൻ, ഇന്നലെ എന്താണ് ബസ്സിൽ നിന്ന് ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പോയി ഇന്നപ്പോൾ തന്നെ CSR എൻ്റെ അടുത്ത്, താൻ ഇന്നലെ 10 മണിയായപ്പോൾ എന്നെ ഒന്ന് വിളിച്ചല്ലോ. 10 മണി 10 മണി ആയിട്ടില്ല, അതിന് 10 മണിയായപ്പോൾ തന്നെ വിളിച്ചല്ലോ. താൻ ഇങ്ങനെ വിളിക്കുന്ന പല ഓഫീസർമാരും ഉണ്ടാവും, ആ കൂട്ടത്തിൽ താൻ എന്നെ പെടുത്തരുത്. അയാൾ തെറ്റിദ്ധരിച്ചു. എന്ത് തെറ്റിദ്ധാരണ? അതായത് നമ്മളെ അപമാനിക്കുക എന്നുള്ളതിൻ്റെ ഒരു നിരയാണ് പരാതിപ്പെടുന്ന ഏത് പെണ്ണും അനുഭവിക്കുന്നത്. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്ന് സ്റ്റേഷനിൽ ഞാൻ അത് വേറൊരു തീരുമാനം പോലെ ഞാനിങ്ങനെ എടുത്തു. ഞാൻ ഒരു വയർലെസ്സിൻ്റെ മേശ അവിടെ ഉണ്ട്, ഞാൻ എഴുന്നേൽക്കില്ല ഇവിടെ നിന്നുള്ളൊരു അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു സമരം FIR ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ CSR ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ FIR ഇട്ടു. 12 മണി 1 മണിയോടുകൂടി FIR ഇട്ടു. പിന്നെ അയാൾ അറസ്റ്റ് ചെയ്തു, പിന്നെ റിമാൻഡ് ചെയ്തു. പിന്നെ അത് ആർഗ്യുമെൻ്റായി. അത് അതിൻ്റെ 3000 രൂപ നഷ്ടപരിഹാരമായിട്ട് അയാളെ ശിക്ഷിച്ചു. എനിക്ക് 3000 രൂപ, ഞാൻ പോലീസ് അക്കാദമിയിലുള്ളപ്പം എനിക്ക് 3000 രൂപ കോടതിയിൽ നിന്ന് ഞാൻ വന്ന് വാങ്ങി. അപ്പോൾ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസ് അതിൻ്റെ പുറകെ തന്നെ നന്നായിട്ട് നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ് എനിക്കുണ്ടായത്. പക്ഷേ അത് വരെയുള്ളതുണ്ടല്ലോ, അപ്പോൾ 1 മണിക്കൂർ മുമ്പ് കൊടുത്താലും അപ്പോൾ കൊടുത്താലും ഒക്കെ നമുക്ക് അത്രമാത്രം നമ്മൾ അധിക്ഷേപിക്കപ്പെടും. അപ്പോൾ പരാതി കൊടുത്ത് അത് സത്യസന്ധമായ പരാതിയാണെന്ന് തെളിഞ്ഞ് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ ഞാൻ അനുഭവിച്ചത് എങ്ങനെയൊക്കെയാണ്. അത് 1999 എന്തായാലും 2012 ഞാൻ പിന്നെ തൃശ്ശൂരിൽ പോകുന്ന 12-ലാണ് 2012 ആ കേസ് ശിക്ഷിച്ചത്. എനിക്ക് ആ പൈസ ഞാൻ വാങ്ങിയത് ഞാൻ പോലീസ് അക്കാദമിയിൽ അത്രയധികം വർഷം എടുത്തു. 2010 പിന്നെ ആ സമയത്താണ് ഞാൻ പിന്നെ പൈസ വാങ്ങുന്നത്. 3000 രൂപ എനിക്ക് വാങ്ങിയാണ്. അത് കോടതിയിൽ തെളിവായിട്ട് കിടക്കുമല്ലേ. അതെനിക്കല്ല, എനിക്ക് 3000 രൂപ എനിക്ക് കിട്ടി. അതായത് കൺവിക്റ്റഡ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ഒരാൾ കേസ് കൊടുത്തിട്ട് ഒരു സ്ത്രീയുടെ നീതി കിട്ടുന്ന ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. അത് ഇത് മാത്രമൊന്നുമല്ലോ, അത് എനിക്ക് ഞാനൊരു ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്തിട്ട് 95 96 ഫയൽ ചെയ്തിട്ട് 95 ഫയൽ ചെയ്തത്. എനിക്ക് പിന്നെ അത് എനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നത് 2018 ആ ടൈമിലാണ്. 18-19 ദീപിക ഒരു പത്രത്തിനെതിരായിട്ടുള്ളൊരു കേസായിട്ട് അത് പിന്നെ വിധി വരുന്നത് പത്രം മതി കേട്ടോ, ദീപിക എന്നുള്ളത്. അപ്പോൾ ഒരു പത്രത്തിനെതിരായിട്ട് എനിക്ക് ആ ഡിഫോമേഷൻ സൂട്ടിൽ എനിക്കത് പിന്നെ എനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു. അപ്പോൾ എന്തോരം ഒരു 70,000 രൂപയ്ക്ക് ഞാനൊരു 2 ലക്ഷം രൂപ ഇങ്ങനെ മുടക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. നിയമത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അത് അപ്പോൾ സാധാരണക്കാരൻ കാര്യം ചിന്തിക്കേണ്ടതില്ല.